യൂറോപ്പിൽ ഭീകരാക്രമണ പരമ്പര. ഫ്രാൻസിലും ജർമ്മനിയിലുമാണ് തുടർച്ചയായ ദിവസങ്ങളിൽ ആക്രമണം അരങ്ങേറിയത്. ഫ്രാൻസിലെ മാൾ ഹൗസിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടത്തിയ കത്തിയാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 3 പേർക്ക് പരിക്കേറ്റു. ജർമ്മനിയിലെ ബെർലിനിൽ ഹോളോകോസ്റ്റ് സ്മാരകത്തിൽ വെച്ച് 19-കാരനായ സിറിയൻ അഭയാർത്ഥി ഒരാളെ കുത്തിവീഴ്ത്തി. 1 മാസത്തിനിടയിൽ ഇത് ജർമ്മനിയിൽ നടക്കുന്ന 2ാമത്തെ ഭീകരാക്രമണമാണ്. നിരന്തരമുണ്ടാകുന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യങ്ങളിൽ സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. കിഴക്കൻ ഫ്രാൻസിലെ മാൾഹൌസ് നഗരത്തിലാണ് ഭീകരാക്രമണം അരങ്ങേറിയത്. അക്രമി ഒരു പ്രകോപനവും കൂടാതെ ഇസ്ലാമിക മുദ്രാവാക്യങ്ങൾ ഉറക്കെ വിളിച്ചുകൊണ്ടായിരുന്നു ആക്രമണം നടത്തിയതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. പ്രാദേശിക പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ കത്തികൊണ്ട് പാഞ്ഞെടുക്കുകയും ആക്രമിക്കുകയും ചെയ്തു. പോലീസുകാരെ ആക്രമിക്കുന്നത് കണ്ട ഒരു വഴിയാത്രക്കാരൻ അതിൽ ഇടപെടുകയും യാദൃച്ഛികമായി അദ്ദേഹം അക്രമിയുടെ കുത്തേറ്റ് കൊല്ലപ്പെടുകയും ചെയ്തു. 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാരമായി പരിക്കേറ്റു. ഇത് ഭീകരാക്രമണമാണെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു. അക്രമിയെ പോലീസ് അറസ്റ്റ് ചെയ്തതായും ഫ്രാൻസിലെ തീവ്രവാദ വിരുദ്ധ പ്രോസിക്യൂട്ടറുടെ ഓഫീസ് കേസ് അന്വേഷിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ജർമ്മനിയിലെ ബെർലിനിൽ US എംബസിക്ക് സമീപമുള്ള ഹോളോകോസ്റ്റ് സ്മാരകത്തിന് സമീപത്ത് വെച്ചാണ് മറ്റൊരു ഭീകരാക്രമണം റിപ്പോർട്ട് ചെയ്തത്. 19 വയസ്സുള്ള ഒരു സിറിയൻ അഭയാർത്ഥിയായ അക്രമി ഒരാളെ മാരകമായി കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. പ്രതിയെ ജർമ്മൻ പോലീസ് പിടികൂടി. കുത്തേറ്റ ആളെ പിന്നീട് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ഇദ്ദേഹം ഒരു സ്പാനിഷ് പൗരനാണ്. ആക്രമണങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് ജർമ്മനിയിൽ അരങ്ങേറുന്നത്. പ്രതിസ്ഥാനത്ത് വിവിധ രാജ്യങ്ങളിൽ നിന്നും കുടിയേറിയ അഭയാർത്ഥികളും. ജർമ്മൻ തിരഞ്ഞെടുപ്പിന് മുൻപാണ് ഈ സംഭവം നടന്നത്. 2023 ഒക്ടോബർ 7-ന് ശേഷം യൂറോപ്പിൽ യഹൂദ ക്രൈസ്തവ വിരുദ്ധത വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് അഭയാർത്ഥികളുടെ കുത്തൊഴുക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ ഭീകരാക്രമണങ്ങൾ നടത്തുന്നതും ജർമ്മനിയിൽ തന്നെയാണ്. അതേസമയം ഒരു ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത 18-കാരനായ ഒരു ചെച്നിയൻ യുവാവിനെ കഴിഞ്ഞ ദിവസം ജർമ്മൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ബെർലിന് ചുറ്റുമുള്ള ബ്രാൻഡൻബർഗ് സംസ്ഥാനത്ത് നിന്നാണ് ഇയാളെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ ഇസ്രായേൽ എംബസിക്ക് നേരെ ആക്രമണം നടത്താനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. അതേസമയം 2024 സെപ്റ്റംബറിൽ മ്യൂണിക്കിലെ ഇസ്രായേൽ എംബസി ആക്രമിക്കാൻ തയ്യാറായി വന്ന തീവ്രവാദിയായ ഒരു ഓസ്ട്രിയൻ യുവാവിനെ പോലീസ് വെടിവെച്ച് കൊന്നിരുന്നു. ഡിസംബറിൽ ക്രിസ്തുമസ് മാർക്കറ്റിലും 6 പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണം നടന്നു. 2025-ലും സ്ഥിതി വ്യത്യസ്തമല്ല. ജനുവരിയിൽ മറ്റൊരാക്രമണത്തിൽ ഒരു തീവ്രവാദി പാർക്കിലെത്തിയ കിൻഡർഗാർട്ടൻ ഗ്രൂപ്പിനെ ആക്രമിക്കുകയും ഒരു കുഞ്ഞിനെയും ഒരു മുതിർന്നയാളെയും കുത്തിക്കൊല്ലുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ മ്യൂണിക്കിൽ തെരുവിൽ നടന്ന റാലിയിലേക്ക് കാർ ഓടിച്ച് കയറ്റി ഭീകരാക്രമണം നടത്തിയത് ഒരു സിറിയൻ അഭയാർത്ഥിയായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.